ഹായ് മച്ചാമാരെ, ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ തമിഴ്നാട് നിയമസഭയും കേരളത്തിലെ നിയമസഭയും കൂടുന്ന രണ്ട് ക്ലിപ്സാണ്. ഒന്ന് കണ്ടു നോക്കൂ. நீங்க 10,000 கோடி கடன் வாங்கினவங்க கூட சந்தோஷமா வெளிநாட்டுல வாழ்ந்துடுறாங்க கடனை கட்டாம. ஆனா 10,000 ரூபாய் கடன் வாங்கிட்டு அந்த கடனை யாரா வீட்டு வாசல்ல வந்து கேட்டாங்கன்னா மானவேக அவமானம் தாங்காம தற்கொலை பண்ணிக்கிறாங்க. கிட்டத்தட்ட 1968 விவசாயிகள் தமிழ்நாட்டுல தற்கொலை பண்ணியிருக்கிறாங்க. அப்படின்னா ஒரு நாளைக்கு 2 பேர். ആര്യാടെ ഷൗക്കത്തിന് കൊടുത്ത മറുപടി അങ്ങ് രണ്ടാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാടുകടത്തി. നിർണായകമായ ഒരു നിലപാടായിരുന്നു അത്. അങ്ങതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുമാണ്, നിങ്ങൾ നിയമസഭയില്, തമിഴ്നാട് നിയമസഭയില് മുഖ്യമന്ത്രി വിജയെ അഭിസംബോധന ചെയ്ത് അവിടുത്തെ ഒരു MLA അണ്ണൻ, തമ്പി, അമ്മ, അപ്പ, തങ്കച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ നിയമസഭയിൽ സോവിയറ്റ് യൂണിയനും റഷ്യയും ഹിറ്റ്ലറും ചെഗുവേരയും ഒക്കെയാണ് ചർച്ച. സാർ, കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡീസല്, പെട്രോൾ വില വർധനവ്, ഇന്ധന വില വർധനവ്, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുന്നതുമായി ബന്ധപ്പെട്ട അവശ്യ വസ്തുക്കളുടെ വില എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ലോറിക്കാരാണ്. കേരളത്തിനകത്തും പുറത്തും സാധനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ അശ്രാന്തമായി പണിയെടുക്കുന്നവർ. ഞങ്ങൾക്കറിയാം ഇവിടേക്ക് വരികയും പോവുകയും ചെയ്യുന്ന സാധനങ്ങളുടെ വിലകൾ, ഹോൾസെയിൽ റേറ്റുകൾ, അത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തോരം വിലയ്ക്കാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങൾ ലോറിക്കാർക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ വെക്കാനുണ്ട്. ഞങ്ങൾക്ക് പാർക്കിങ്ങിന് സ്ഥലമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ പോലും സ്ഥലം തികയുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ വാടക ഞങ്ങൾക്ക് കുറച്ചാണ് കിട്ടുന്നത്. ഞങ്ങൾ മറ്റു പലയിടങ്ങളിലും ചെന്നിട്ട് ഞങ്ങളുടെ സ്വന്തം സാധനത്തിന് ഇറക്കുകൂലി, കയറ്റുകൂലി ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഡീസലിന്റെ വില വർധനവ്, ഓരോ ടോളിലും ഞങ്ങൾ കൊടുക്കുന്ന ഭീകരമായ എമൗണ്ട്. സാർ, ഞങ്ങൾക്ക് തന്നെ പറയാനുണ്ട് സാർ, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളും പ്രയാസങ്ങളും. പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ അവിടെ ചെന്ന് ഈ കവലപ്രസംഗം നടത്തുന്നതിന് പകരം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. സാർ, പട്ടിണിയാണ് സാർ. അതുപോലെ തന്നെ കടക്കെണിയിലാണ് സാർ. ഒരുപാട് പാവങ്ങള് ജപ്തി നോട്ടീസും ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വീട്ടിൽ വന്ന് ഒട്ടിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി കൊടുക്കണം എന്നുള്ള ഭീകരമായ സാഹചര്യത്തിലാണ് സാർ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് അവര് എബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് വിടുകയാണ്. അവർ ഏജന്റിനും അതുപോലെ തന്നെ അവർക്ക് വിശ്വാസമുള്ള അതോറിറ്റിക്കും കൊടുക്കുന്ന ലക്ഷങ്ങളാണ് ഇവിടുന്ന് എങ്ങനെങ്കിലും ജീവനും കൊണ്ടൊന്ന് ഓടാൻ വേണ്ടി. അങ്ങനെ പോയ പല ആളുകളും നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല സാർ. അവരവരുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഒക്കെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യിക്കുകയാണ് സാർ. എനിക്കറിയാം, ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ 10 വർഷം ഭരിച്ചപ്പോൾ താങ്കൾ ഇത് പറയാൻ മുന്നിലേക്ക് വന്നില്ല എന്ന്. സാർ, ഇത് അന്നും ഇന്നും എന്നും നാളുകളിലും നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അതിനൊരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് പറഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരും. ഭയമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ നെഗറ്റീവ് കമന്റ് പറയുന്നവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. സാർ, ആരും കാണില്ല സാർ നിങ്ങൾക്ക് ഭരിക്കാൻ. ഈ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കേരളത്തിൽ ആരും കാണില്ല. നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും മാത്രമേ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കേ.